ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും SBI ജോബ്സിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് SSC ആണ് ഇപ്പോൾ പുതിയൊരു വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഏകദേശം 7900 ഒഴിവുകളിലേക്കായിട്ടാണ് ആ ഒരു ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അതിനു മുൻപായി നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ. കൂടാതെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് സാപ് സെലക്ഷൻ കമ്മീഷനാണ് 7900 ഒഴിവുകളിലേക്കായിട്ട് ഇപ്പോൾ ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചിരിക്കുന്നത്. ഇതൊരു ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആയിരിക്കും. കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ 2021 എന്നാണ് പോസ്റ്റ് നെയിം പറയുന്നത്. ടോട്ടൽ വേക്കൻസി 7900 ആണ്. ഇന്ത്യയിൽ ഉയർന്ന ശമ്പളത്തിൽ എവിടെയും ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതൊരു നല്ലൊരു അവസരം തന്നെയാണ്. ഏകദേശം 47,600 മുതൽ 1,51,100 രൂപയാണ് സാലറി പറയുന്നത്. ഇതിലേക്ക് ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. 2022 ജാനുവരി 23 ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. ഇനി നമുക്ക് അതിലെ ഓരോ പോസ്റ്റുകളും ഡിപ്പാർട്ട്മെൻറ്റുകളും ഏതൊക്കെയാണെന്ന് നോക്കാം. അസിസ്റ്റൻ്റ് ഓഡിറ്റ് ഓഫീസർ എന്ന പോസ്റ്റ് വരുന്നത് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർ C&AG ആണ്. ക്ലാസിഫിക്കേഷൻ വരുന്നത് ഗ്രൂപ്പ് B ആണ്. ഗസറ്റേറ്റ് ഇടണം. ഇനി അസിസ്റ്റൻ്റ് ഓഡിറ്റ് ഓഫീസർ ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർ C&AG ഗ്രൂപ്പ് B ഗസറ്റേറ്റഡ് ആണ്. അസിസ്റ്റൻ്റ് ഓഡിറ്റ് ഓഫീസർ സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസ് ഗ്രൂപ്പ് B. അസിസ്റ്റൻ്റ് ഓഡിറ്റ് ഓഫീസർ ഇൻ്റലിജൻസ് ബ്യൂറോ ഗ്രൂപ്പ് B. അസിസ്റ്റൻ്റ് ഓഡിറ്റ് ഓഫീസർ മിനിസ്ട്രി ഓഫ് റെയിൽവേ ഗ്രൂപ്പ് B. അസിസ്റ്റൻ്റ് ഓഡിറ്റ് ഓഫീസർ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫെയർ ഗ്രൂപ്പ് B. അസിസ്റ്റൻ്റ് ഓഡിറ്റ് ഓഫീസർ AFHQ ഗ്രൂപ്പ് B. അസിസ്റ്റൻ്റ് ഓഡിറ്റ് ഓഫീസർ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഗ്രൂപ്പ് B. അസിസ്റ്റൻ്റ് അതർ മിനിസ്റ്ററീസ് അതല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓർഗനൈസേഷൻ ഗ്രൂപ്പ് B. അസിസ്റ്റൻ്റ് സെക്ഷൻ ഓഫീസർ അതർ മിനിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓർഗനൈസേഷൻ ഗ്രൂപ്പ് B. ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ് CBDT ഗ്രൂപ്പ് C. ഇൻസ്പെക്ടർ CGST ആൻഡ് സെൻട്രൽ എക്സൈസ് CBIC ഗ്രൂപ്പ് B. ഇൻസ്പെക്ടർ പ്രിവൻറ്റീവ് ഓഫീസർ CBIC ഗ്രൂപ്പ് B. ഇൻസ്പെക്ടർ എക്സാമിനർ CBIC ഗ്രൂപ്പ് B. അസിസ്റ്റൻ്റ് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂ ഗ്രൂപ്പ് B. സബ് ഇൻസ്പെക്ടർ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പ് B. ഇൻസ്പെക്ടർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ് ഗ്രൂപ്പ് B. ഇൻസ്പെക്ടർ സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക് ഗ്രൂപ്പ് B. അസിസ്റ്റൻ്റ് ഓർ സൂപ്രണ്ടൻ്റ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഗ്രൂപ്പ് B. അസിസ്റ്റൻ്റ് അതർ മിനിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ് ഓർഗനൈസേഷൻ ഗ്രൂപ്പ് B. അസിസ്റ്റൻ്റ് നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ്സ് ട്രൈബ്യൂണൽ ഗ്രൂപ്പ് B. റിസർച്ച് അസിസ്റ്റൻ്റ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഗ്രൂപ്പ് B. ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് ഓഫീസർ അണ്ടർ C&AG ഗ്രൂപ്പ് B. സബ് ഇൻസ്പെക്ടർ നാഷണൽ ഇൻ്റഗ്രേഷൻ ഏജൻസി ഗ്രൂപ്പ് B. ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ മാസ്റ്റർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാമിംഗ് ഇംപ്ലിമെൻറ്റേഷൻ ഗ്രൂപ്പ് B. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 രജിസ്റ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഗ്രൂപ്പ് B. ഓഡിറ്റർ ഓഫീസ് അണ്ടർ C&AG ഗ്രൂപ്പ് C. ഓഡിറ്റർ അതർ മിനിസ്റ്ററി ഓർ ഡിപ്പാർട്ട്മെൻറ്റ് ഗ്രൂപ്പ് C. ഓഡിറ്റർ ഓഫീസർ അണ്ടർ CGDA ഗ്രൂപ്പ് C. അക്കൗണ്ട് ഓഫീസേഴ്സ് അണ്ടർ C&AG ഗ്രൂപ്പ് C. അക്കൗണ്ട് ജൂനിയർ അക്കൗണ്ടൻറ്റ് അതർ മിനിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ് ഗ്രൂപ്പ് C. സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഓർ അപ്പർ ഡിവിഷൻ ക്ലർക്ക് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഗ്രൂപ്പ് C. സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ്
അപ്പർ ഡിവിഷൻ ക്ലർക്ക്, സെൻട്രൽ ഗവൺമെൻറ് ഓഫീസേഴ്സ്, മിനിസ്ട്രി ഓഫ് അതർ CS കാഡേഴ്സ് ഗ്രൂപ്പ് സി, ടാക്സ് അസിസ്റ്റൻറ്റ് CBDT ഗ്രൂപ്പ് സി, ടാക്സ് അസിസ്റ്റൻറ്റ് CBIC ഗ്രൂപ്പ് സി, സബ് ഇൻസ്പെക്ടർ സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക് ഗ്രൂപ്പ് സി. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഏജ് ലിമിറ്റ്, ഓരോ പോസ്റ്റുകളിലേക്കും വേണ്ട ഏജ് ലിമിറ്റ് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ശ്രദ്ധിക്കുക, SC SC PWD വുമൻസ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അപ്പർ ഏജ് ലിമിറ്റിൽ റിലാക്സേഷനൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമുക്ക് പ്രായപരിധി നോക്കാം. അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസർ എന്ന പോസ്റ്റ്, അതിന് ക്ലാസിഫിക്കേഷൻ വരുന്നത് ഗ്രൂപ്പ് B ഗസറ്റഡ് ആണ്. ഏജ് വരുന്നത് 18 to 30 വയസ്സാണ്. 18 മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള ആളുകൾക്ക് അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസർ ഗ്രൂപ്പ് B എന്ന തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസർ ഗ്രൂപ്പ് B ഗസറ്റേറ്റഡ് ആണെങ്കിൽ 18 മുതൽ 30 വയസ്സ് വരെയാണ്. അസിസ്റ്റൻറ്റ് ഓഫീസർ ഗ്രൂപ്പ് Bയിലേക്ക് 20 മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസർ ഗ്രൂപ്പ് B 18 to 30 വയസ്സ്. അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസർ ഗ്രൂപ്പ് B 20 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക്. അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസർ ഗ്രൂപ്പ് B 20 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക്. കൂടാതെ അസിസ്റ്റൻറ്റ് ഓഡിറ്റർ ഓഫീസർ ഗ്രൂപ്പ് Bയിലേക്കും 18 to 30 ആണ് പറയുന്നത്. അസിസ്റ്റൻറ്റ് ഗ്രൂപ്പ് B 20 മുതൽ 30 വയസ്സ് വരെയുള്ള ആളുകൾക്ക്. അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ ഗ്രൂപ്പ് B 18 മുതൽ 30 വയസ്സുള്ള ആളുകൾക്ക്. ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ് ഗ്രൂപ്പ് C, ഇൻസ്പെക്ടർ CGST സെൻട്രൽ എക്സൈസ് ഗ്രൂപ്പ് B, ഇൻസ്പെക്ടർ പ്രിവെൻറ്റീവ് ഓഫീസർ ഗ്രൂപ്പ് B, ഇൻസ്പെക്ടർ എക്സാമിനർ ഗ്രൂപ്പ് B, അസിസ്റ്റൻറ്റ് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ ഗ്രൂപ്പ് B തുടങ്ങിയ പോസ്റ്റുകളിലേക്കെല്ലാം 18 മുതൽ 30 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സബ് ഇൻസ്പെക്ടർ ഗ്രൂപ്പ് B 20 മുതൽ 30 വയസ്സ് വരെയുള്ള ആളുകൾക്ക്. ഇൻസ്പെക്ടർ ഗ്രൂപ്പ് B, അസിസ്റ്റൻറ്റ് സൂപ്രണ്ടൻറ്റ് ഗ്രൂപ്പ് B, അസിസ്റ്റൻറ്റ് ഗ്രൂപ്പ് B, റിസർച്ച് അസിസ്റ്റൻറ്റ് ഗ്രൂപ്പ് B, ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് ഗ്രൂപ്പ് B, സബ് ഇൻസ്പെക്ടർ ഗ്രൂപ്പ് B തുടങ്ങിയ പോസ്റ്റുകളിലേക്കും 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ഗ്രൂപ്പ് B ആണെങ്കിൽ 18 മുതൽ 32 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 ഗ്രൂപ്പ് B എന്ന പോസ്റ്റിലേക്ക് 18 മുതൽ 30 വയസ്സ് വരെ. ഓഡിറ്റർ ഗ്രൂപ്പ് C 18 to 27 വയസ്സ്. ഓഡിറ്റർ ഗ്രൂപ്പ് C 18 മുതൽ 27. ഓഡിറ്റർ ഗ്രൂപ്പ് C, അക്കൗണ്ട് ഗ്രൂപ്പ് C, അക്കൗണ്ടൻറ്റ് ജൂനിയർ അക്കൗണ്ടൻറ്റ് ഗ്രൂപ്പ് C, സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് സൂപ്പർ ഡിവിഷൻ ക്ലാർക്ക് അപ്പർ ഡിവിഷൻ ക്ലാർക്ക് ഗ്രൂപ്പ് C, സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് അപ്പർ ഡിവിഷൻ ക്ലാർക്ക് ഗ്രൂപ്പ് C, ടാക്സ് അസിസ്റ്റൻറ്റ് ഗ്രൂപ്പ് C, ടാക്സ് അസിസ്റ്റൻറ്റ് ഗ്രൂപ്പ് C, സബ് ഇൻസ്പെക്ടർ ഗ്രൂപ്പ് C തുടങ്ങിയവയിലേക്ക് 18 മുതൽ 27 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി 18 മുതൽ 27 വയസ്സ് വരെയുള്ള കാൻഡിഡേറ്റ്സ്, അവർക്ക് പ്രത്യേകം നോട്ട് ചെയ്യുക. അവർ 2/1/1995 മുന്നേ ജനിച്ചവരായിരിക്കണം. ഇനി 20 മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യുമ്പോൾ അവർ 2/1/1992 മുൻപും 1/1/2002 ശേഷവും ജനിച്ചവരായിരിക്കണം. കൂടാതെ 18 മുതൽ 30 വയസ്സ് വരെയുള്ള പ്രായപരിധിയുള്ള തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ 2/1/1992 മുൻപും 1/1/2004 ശേഷവും ജനിച്ചവരായിരിക്കണം. കൂടാതെ 18 മുതൽ 32 വയസ്സ് വരെയുള്ള അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ 2/1/1990 മുൻപും 1/1/2004 ശേഷവും ജനിച്ചവരായിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക. SC SC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 5 വയസ്സിൻ്റെ ഇളവ് ഉണ്ടായിരിക്കുന്നതാണ്. OBC ആണെങ്കിൽ 3 വയസ്സിൻ്റെ. എന്തെങ്കിലും അംഗവൈകല്യം ഉള്ള ആളുകളാണ് എങ്കിൽ 10 വയസ്സിൻ്റെ ഉയർന്ന പ്രായപരിധിയിൽ 10 വയസ്സിൻ്റെ ഇളവ് ഉണ്ടായിരിക്കുന്നതാണ്. അതിൽ SC ST PWDs ഉണ്ടെങ്കിൽ 15 വയസ്സിൻ്റെയും OBC PWDs ഉണ്ടെങ്കിൽ 13 വയസ്സിൻ്റെയും ഇളവുകൾ ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ എക്സ് സർവീസ് മാൻ ആണെങ്കിൽ, ഗവൺമെൻറ്റിൽ എക്സ് സർവീസ് മാൻ ആണെങ്കിൽ അവർക്കും 10 വയസ്സിൻ്റെ ഇളവുകൾ ലഭിക്കുന്നതാണ്.
ഇനി ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ നമുക്കൊന്ന് നോക്കാം. അസിസ്റ്റൻ്റ് ഓഡിറ്റ് ഓഫീസർ തുടങ്ങിയ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് ക്വാളിഫിക്കേഷൻ പറയുന്നത് ബാച്ചിലർ ഡിഗ്രിയാണ്. ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുമുള്ള ഡിഗ്രി ഉണ്ടായിരുന്നാൽ മതി. ഇനി ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ അതല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്, അതല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി, അതല്ലെങ്കിൽ മാസ്റ്റർ ഇൻ കൊമേഴ്സ്, അതല്ലെങ്കിൽ മാസ്റ്റർ ഇൻ ബിസിനസ് സ്റ്റഡീസ്, അതല്ലെങ്കിൽ മാസ്റ്റർ ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, അതല്ലെങ്കിൽ മാസ്റ്റർ ഇൻ ബിസിനസ് എക്കണോമിക്സ് തുടങ്ങിയവയിൽ അറിവുണ്ടായിരിക്കുന്ന ആളുകളായിരിക്കണം. ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കും ഡിഗ്രി തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത്. 60% മാർക്കോട് കൂടി ഏത് സബ്ജക്റ്റിലായാലും കുഴപ്പമില്ല, ഡിഗ്രി ഉള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ 12ാം ക്ലാസ് ഹയർ സെക്കൻഡറിയിൽ മാത്തമാറ്റിക്സ് ഒരു സബ്ജക്റ്റായിട്ട് എടുത്ത് പഠിച്ച ആളുകൾക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 എന്ന പോസ്റ്റിലേക്ക് വരുന്നതും ഡിഗ്രിയാണ് ഇതിലേക്ക് പറയുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഏതെങ്കിലും ഒരു സബ്ജക്റ്റായിട്ട് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ ഏതെങ്കിലും 3 സെമസ്റ്ററിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് അവരുടെ ഡിഗ്രി സബ്ജക്റ്റിൽ 3 വർഷം അല്ലെങ്കിൽ 3 സെമസ്റ്ററിൽ സ്റ്റാറ്റിസ്റ്റിക്സ് സബ്ജക്റ്റായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അസിസ്റ്റൻ്റ് നാഷണൽ കമ്പനി ലോ അപ്ലൈഡ് ട്രൈബ്യൂട്ട് എന്ന പോസ്റ്റിലേക്ക് വരുന്നത് ഡിഗ്രിയാണ് അവർ ആവശ്യപ്പെടുന്ന ക്വാളിഫിക്കേഷൻ. കൂടാതെ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ലോയിൽ ഡിഗ്രി ഉണ്ടായിരിക്കണമെന്ന് അവൻ ആവശ്യപ്പെടുന്നത്. റിസർച്ച് അസിസ്റ്റൻ്റ് ഇൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഡിഗ്രി തന്നെയാണ്. കൂടാതെ മിനിമം 1 വർഷത്തെ റിസർച്ച് എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. കൂടാതെ ലോയിനെ പറ്റിയും അറിഞ്ഞിരിക്കണം, ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റി അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നുണ്ട്. കൂടാതെ വേറെ എല്ലാ പോസ്റ്റുകളിലേക്കും എസെൻഷ്യൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത് ബാച്ചിലർ ഡിഗ്രിയാണ്. ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഡിഗ്രി ഉള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഫീസിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ജനറൽ OBCക്കാർക്കാണ് ഫീസ് ഉള്ളത്. 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. SC ST എക്സ് സർവീസ്മാൻ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനൊന്നും ഫീസിൻ്റെ ആവശ്യമില്ല. അവർക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മാത്രം മതിയാകും. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എന്തായാലും 2022 ജാനുവരി 23-ാം തീയതിക്ക് മുൻപേ ആയിട്ട് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. ഏകദേശം 7900-ഓളം വേക്കൻസി ഉണ്ട്. അപ്പോൾ ജോലി എല്ലാവർക്കും കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും എല്ലാം വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഇതുവരെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. അതിൽ ഓൾ ഇൻ ദ ഓപ്ഷൻ കൊടുത്താൽ മാത്രമാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും